ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇന്ന് കുറച്ച് വൈകിപ്പോയി. മേ ബി ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യത്തില്ല. മേ ബി നാളെ ആയിരിക്കും നിങ്ങൾക്ക് എത്തുക. അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അനീഷ് പിന്നെ രേണുവി നായർ അങ്ങനെ എന്തോ ഒരു ചാനൽ, ആ ചാനലിൻ്റെ പേര് അങ്ങനെ എന്തോ ആണ്. അനീഷ് ഹൽക്കൻസ് ഫാം സംതിങ് അങ്ങനെ എന്തോ. അപ്പം ഇവർ തമ്മിലുള്ള ഫൈറ്റാണ്. അതായത് കഴിഞ്ഞ ദിവസം അനീഷിന്റെ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും ഒക്കെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, അതായത് അനീഷും വൈഫും ദുബായിലാണ്. അവരുടെ അടുത്തേക്ക് അവരുടെ കുട്ടികളെയും കൊണ്ട് ഈ പേരൻസ് വരികയാണ് ദുബായിലേക്ക്. അപ്പോൾ ആ സമയത്ത് അനീഷിന്റെ വൈഫിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് വൈഫിന്റെ അടുത്ത് പറയാതെ കുട്ടികളെയും പേരൻസിനെയൊക്കെ കൂട്ടാനായിട്ട് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി വല്ലാതെ വയലന്റ് ആയിരുന്നു. അതായത് ഈ കുട്ടിക്ക് എന്തോ ടോയ് അതിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് അനീഷിനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തായിരുന്നു കേട്ടോ. വീഡിയോസ് ആയിട്ടും കുറച്ച് പേര് ചെയ്തു, കുറച്ച് പേര് അതിന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രേണു എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഉടമയാണ് ഇത് ഫസ്റ്റ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, അനീഷിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരി അതിനകത്ത് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി നോർമലി കുട്ടികളുടെ പേരൻസ് അത് ശ്രദ്ധിക്കണം, അത് പേരൻറ്റിങ് നന്നായിരിക്കണം എന്നൊക്കെ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചത്. പക്ഷെ അത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അനീഷ് എൻ്റെ വീഡിയോ റിപ്ലൈയുമായിട്ട് വന്നത്. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തു. ആ രേണു എന്ന് പറയുന്ന ആ ആൾ മാത്രമല്ല, അതിൽ കുറേ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്തത് ഈ രേണു എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയാണ്. അതിൽ രേണുവിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അതായത് ഇവർക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് കമൻറ്റുകൾ മൊത്തം വന്നത്. അതായത് അനീഷിൻ്റെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടാണ്. അതായത് നല്ല പേരൻറ്റിങ് അല്ല, കുട്ടി കാണിച്ചത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ കുറേ അനീഷിനെ പറ്റി കുറേ എന്താ പറയുക കമൻറ്റ്സുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഒരുപാട് കമൻറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെയാണെന്ന് തോന്നുന്നു, കുറച്ച് ദിവസം മുമ്പ് അനീഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണുവിന് റിപ്ലൈ ആയിട്ട്. അതിൽ റിപ്ലൈ ഒക്കെ കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. റിയാക്ഷൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എഗ്നസ്റ്റ് ചെയ്യുന്നതിനോ റിയാക്ഷൻ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് മാന്യമായി കൊടുക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. അവർ വീഡിയോ ഇടുമ്പം അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും കാണും. അപ്പോൾ അത് കാണുന്ന ഉടനെ അവർ റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എനിക്കിഷ്ടമുള്ള കമൻറ്റ് ഇടാൻ പാടുള്ളൂ, എന്നെ ഇഷ്ടപ്പെടണം എന്നൊന്നും ആരോടും പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള ആൾക്കാരാണ് അതിലുണ്ട്. ചിലർക്ക് അവരുടെ കുട്ടികളുടെ കുറുമ്പുകളും അല്ലെങ്കിൽ അവർ കാണിക്കുന്നൊക്കെ കുരുത്തക്കേടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അനീഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കും എന്താ പറയുക ആ വീഡിയോ കണ്ടിട്ട് പോസ്റ്റ് എനിക്കിഷ്ടമായില്ല. അന്നേരം ഈ വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ എടുത്തിട്ടാണ് ഈ രേണു എന്ന് അപ്പൊ ഇപ്പൊ ഇതൊരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പന്റെ വികൃതിയും കുസൃതിയൊക്കെയാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെന്ന് വിചാരിച്ചാണ്. മുമ്പേ ഏതോ ഒരു പെണ്ണ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ അങ്കാ പുങ്ക വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊരു കമന്റ് ഇടാനോ ഒന്നിനും നമ്മൾ പോയില്ല. ഇന്നിപ്പോ റിയാക്ഷൻ വീഡിയോനൊരു എക്സ്പ്ലനേഷൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ബ്രോട്ട് ഒരു വീഡിയോ കാരണം പുള്ളി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുമ്മാ കണ്ടന്റ് എന്നൊക്കെ പറയാതാണ്. ഇതില് കൈസ് എന്ന് പറയുന്ന ആ ചാനലിലെ വ്യക്തി ഈ ഒരു സംഭവത്തെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ എല്ലാവരുടെയും ടോൺ ഒരേപോലെ അല്ലല്ലോ. ആ കൈസിന്റെ ടോൺ വേറെ, രേണുവിന്റെ ടോൺ വേറെ. അപ്പം കൈസ് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിക്കും ഒരേ ഒരു കാര്യങ്ങൾ തന്നെയാണ്, പേരന്റിങ്ങിന്റെ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികൾ ചെയ്തത് ശരിയായില്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കൈസ് ചെയ്തപ്പോൾ അനീഷിന് ഇഷ്ടമായി, രേണു ചെയ്തപ്പോൾ ഇഷ്ടമായില്ല. അതെന്താണ് അനീഷ അങ്ങനെ? ബാക്കിയും കൂടെ നമുക്ക് കേട്ട് നോക്കാം. അതായത് എന്താണോ ആ വീഡിയോ ഇട്ടവരിലേക്ക് എത്തിക്കേണ്ടത് അത് പുള്ളി കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചത്. പുള്ളിക്കല്ല കേട്ടോ. ഈ വീഡിയോന്റെ താഴെ കുറെ കമന്റ്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ കമന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതമ്മോൻ ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ കഴുത്തിൽ ചവിട്ടി, അതാണ് പ്രശ്നം. അപ്പൊ അത് ഏറെക്കുറെ ആമ്പിള്ളേരുള്ള പാരന്റ്സിനൊക്കെ ഏറെക്കുറെ മനസ്സിലാവും. ഈ ആമ്പിള്ളേരെ വികൃതി കുസൃതി എന്താന്നൊക്കെ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതൊക്കെ ശരി തന്നെ. കുട്ടികളോ ഉള്ളവര് എന്താ പറയാ, കുട്ടികളാണ്, വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടേതായ മാറ്റങ്ങളും സ്വഭാവത്തില് ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും.
അതൊക്കെ ശരി തന്നെ, അതെല്ലാം എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ഇതാരും അവരുടെ വീട്ടിൽ ചെന്നിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇവർ തന്നെ സോഷ്യൽ മീഡിയയുടെ ആ കുട്ടികളുടെ പേരൻസായ അനീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി, പിന്നെ ഇങ്ങളുടെ വൈഫിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇവർ തന്നെ അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് പബ്ലിക് മീഡിയയിൽ അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ അത് നാട്ടുകാരെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ആരും വീടുകളിൽ ചെന്നിട്ട് കണ്ടുപിടിച്ചതല്ലല്ലോ ഇവരുടെ കുട്ടികളുടെ സ്വഭാവശുദ്ധികളൊന്നും, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളുടെ എന്താ പറയുക കുർത്തക്കേടുകളൊന്നും ആരും വീടുകളിൽ ചെന്ന് കണ്ടുപിടിച്ചതല്ല. അത് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്തപ്പോൾ ആൾക്കാർ കണ്ടു പ്രതികരിച്ചു. അതിനകത്ത് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രതികരിച്ചോളൂ, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉപയോഗിച്ച വാക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. ബാക്കിയുടെ കേട്ടോ. പിന്നെ ചിലർക്ക് കമന്റിങ് ഇട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നു. വേറെ ഒന്നുമല്ല, നാട്ടിൽ നിന്ന് ഇവർ വന്നത് 20-ാം തീയതി, കഴിഞ്ഞ മാസം 20-ാം തീയതി വരുന്നത്. അപ്പൊ അതിനൊരു 1-2 ആഴ്ച മുമ്പ് ഞാൻ നമ്മുടെ ദുബായ് സിലിക്കോണിൽ പോയി കഴിഞ്ഞപ്പോൾ ഏതപ്പനൊരു ട്രെയിനും അതേപോലെ ഡോണിനൊരു ജീപ്പും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് ട്രെയിനോട് 130 സംതിങ്ങും ജീപ്പ് ഒരു 85 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അമ്മ വീഡിയോ കോളും ചെയ്തു. അപ്പൊ ഞാൻ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ കോൾ കാണിച്ചു കൊടുത്തു. ഏതപ്പ ഈ ട്രെയിൻ നിനക്ക് വാങ്ങുന്നുണ്ട്, ജീപ്പ് നിനക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഹാപ്പി. ഞാൻ ഈ ടോയ്സ് ഒക്കെ ഈ മക്കൾക്ക് വാങ്ങിക്കലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് മറ്റേ 3 ടയറുള്ള സൈക്കിളില്ലേ ഫ്രണ്ടിൽ പെടലേക്ക് വന്നിട്ട്, അതൊക്കെ ചവിട്ടാൻ കൊതിച്ചിട്ടുണ്ട് ആ പ്രായത്തിലൊക്കെ. 4-5 വയസ്സുള്ള സമയത്തൊക്കെ. നമുക്കൊന്നും അത് കിട്ടിയില്ല. അപ്പൊ എനിക്ക് മക്കളായി കഴിഞ്ഞപ്പോ എൻ്റെ മക്കള് വേറൊരാളുടെ ടോയ്സ് കണ്ട് കൊതിച്ചിട്ട് ഞാൻ നിന്ന പോലെ നിൽക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് അവർ പറയാണ്ടും ഞാൻ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. പിന്നെ അതിന്റെ താഴെ വേറെ കുറെ കമന്റ്സ് കാണാം, പിള്ളേരെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത് നശിപ്പിക്കുന്നതൊക്കെ. പിള്ളേർക്ക് ഈ പ്രായത്തിൽ ടോയ്സ് അല്ലാണ്ട് പിന്നെ 3-4 എസ്റ്റേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ പ്രായത്തിലെ ടോയ്സ് കൊടുക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ അന്നത് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അത്രയും പൈസ ഉള്ളവരെ വാങ്ങിച്ചില്ല. ആ ടോയ് അവിടെ നിന്ന് സിലിക്കോണിൽ നിന്ന് വാങ്ങിച്ചില്ല. കറക്റ്റ് ഇവിടെ വരുന്ന കേസ് ആയി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ വരുന്ന കേസ് വൈഫിന് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാണ്ടാണ് പപ്പയും അമ്മയും പ്ലാൻ ചെയ്തത്. പക്ഷേ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടില്ല. കൺസെന്റ് എന്നൊരു സംഭവം ഉണ്ട്, നമ്മുടെ കൺസെന്റ് ഇല്ലാണ്ട് അവിടെ നിന്ന് കയറി വരാൻ പറ്റില്ല. അപ്പൊ അനീത്തിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഈ കൺസെന്റിന്റെ കേസ് അവർ അറിയണ്ട ഇവിടെ നാട്ടിൽ ടിക്കറ്റ് തന്നെടുത്ത്. അങ്ങനെ ഞാൻ വഴി അറിഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ അറിയണ്ട, ഞാൻ വരാം, അലിസന്റെ അമ്മ വന്നെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവള് കിടന്നുറങ്ങുന്നത് ഞാൻ പോയി കൊണ്ടുവരുന്നത്. അതിൽ അവള് എണീറ്റില്ല, സർപ്രൈസ് ആയില്ല എന്നൊക്കെ പറഞ്ഞ കമന്റ് കണ്ടു. അവള് കഴിഞ്ഞ മാസം വീട്ടിൽ പോയി വന്നിട്ടുള്ളൂ. ഈ അപ്പനമ്മയും വരുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ നിൽക്കണോ? അപ്പനമ്മ വരുമ്പോ എനിക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ മാസം വീട്ടിൽ പോയി വന്നോളൂ, ഈ മാസം അപ്പനമ്മ വരുമ്പോഴേക്കും എക്സൈറ്റ്മെന്റ് ഒന്നും കണ്ടില്ല മുഖത്തു എന്നൊക്കെ പറയണ്ടേ. ഓവറായിട്ട് റിയാക്ഷനായി എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ മാസം നാട്ടിൽ പോയോ, ഈ മാസം നാട്ടിൽ പോയോ, അല്ലേ 3 ദിവസം മുമ്പ് നാട്ടിൽ പോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഉള്ള റിയാക്ഷനും അല്ലാതെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് അവർ വരുമെന്ന് അറിഞ്ഞു വെച്ചിട്ടുള്ള റിയാക്ഷൻ കാണുമ്പോഴും തമ്മിൽ അത് സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇവിടെ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്, അതിലൊന്നും നമ്മൾ ഇടപെടാനില്ല. പക്ഷെ അത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അത് പറയുമ്പോൾ തെറ്റായിട്ട് എടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പറയാൻ പാടില്ല. ബി ജെന്യൂൻ, ജെന്യൂനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അത് കാണുന്നുള്ളവർ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട. ഓക്കെ. അപ്പൊ ആ ടോയ്സ് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോ ഇവൾക്കാണെങ്കിൽ സർപ്രൈസ് വരണം. അപ്പൊ ഈ ടോയ്സ് വാങ്ങിക്കാണ്ട് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണ കേസിന്റെ സമയം കഴിഞ്ഞപ്പോ ഏതപ്പ എന്നോട് ചോദിച്ചു, പപ്പ ടൈം വാങ്ങിച്ചു വെച്ചോളൂ ചോദിച്ചു. അപ്പൊ ഡോണ് ചോദിച്ചു എന്റെ ബ്ലൂ ജീപ്പ് ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് ആ കേസ് ആലോചിക്കുന്നത്, ഇത് വാങ്ങിച്ചില്ലല്ലോ എന്ന്. അപ്പൊ ഒരാഴ്ച സമയമുണ്ട്. ഞാൻ ഇതിങ്ങനെ അന്വേഷിച്ച് നടന്ന് അജ്മാനി പോയി കഴിഞ്ഞപ്പോൾ ഈ ബ്ലൂ ജീപ്പും ഈ ട്രെയിനും ഞാൻ വാങ്ങിച്ചു കറക്റ്റായിട്ട് റൂമിൽ തന്നെ വെച്ചു. കാരണം ഇവരുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി 9 മണിക്ക് അവിടെ നിന്ന് കയറും. ഏകദേശം ഇവിടെ ഒരു 12:30 ആകുമ്പോൾ എത്തുമായിരുന്നു. അപ്പം നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്നാൽ 1 മണി 1:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തും. അപ്പോൾ ഈ ടോയ്സ് ഒക്കെ എടുത്ത് കൊടുത്ത് ഇവർക്ക് എന്ത് കിട്ടിയാലും 1-2 മണിക്കൂർ അതും ഇരിക്കും, കളിച്ചും പിടിച്ചൊക്കെ അതും ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങാം, പിന്നെ നേരം വെളുത്തിട്ട് പതുക്കെ എണീറ്റാൽ മതിയല്ലോ. ഇതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഭാര്യയും മക്കളും പറഞ്ഞാൽ റിയാക്ട് ചെയ്യും. അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല.
ആ രീതിയിലൊക്കെ റേറ്റ് ഇപ്പൊ കൈസിട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കമന്റ്സുകളൊക്കെ റിയാക്ട് ചെയ്യണ കേസ് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഭർത്താവിനും അല്ലെങ്കിൽ ഒരു അപ്പനും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം വളരെ ജെന്യൂൻ ആയിട്ടൊരു റിയാക്ഷൻ വീഡിയോ പുള്ളി ഇട്ടാണ്. അത് ഏതൊരു പാരന്റ്സിനും അറിയാൻ പറ്റും മക്കളെ വളർത്തുന്ന ഏതൊരു. സനീഷ്, റിയാക്ഷൻ ചെയ്യരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. റിയാക്ഷൻ ചെയ്യാം. നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യാം. പക്ഷെ റിയാക്ട് ചെയ്യുന്ന രീതി മാന്യമായ സഭ്യമായ ഭാഷകൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾ സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല, ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെ ഒരു റിയാക്ഷൻ ചെയ്യുമ്പോഴും ഇത് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ആരോടാണ് മറ്റൊരാളോട് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഇയാളിപ്പോൾ പറയുന്നു എന്താണ്, എൻ്റെ ഭാര്യയെ പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവും. ഇപ്പൊ ഇയാൾ ആ ഒരു സ്ത്രീ അതും ഒരു ആളുടെ ഭാര്യ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഭർത്താവിന് ആ സ്ത്രീനെ ഇയാൾ മോശമായ രീതിയിൽ പറഞ്ഞാൽ അയാൾക്കും വേദനിക്കില്ലേ, അവരുടെ കുടുംബത്തിനും വേദനിക്കില്ലേ? അപ്പം അനീഷ് പറയുന്നതിൽ യാതൊരു ലോജിക്കും കേട്ടോ, യാതൊരു ലോജിക്കും ഇല്ല അനീഷ് പറയുന്നതിൽ. ആ വീഡിയോ ഇതൊന്നും നമുക്ക് കേൾക്കാം, മൊത്തം കേൾക്കാം. അറിയാൻ പറ്റും. എന്റെ ഭാഗം മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് സീൻ ഞാൻ ആലോചിച്ചില്ല. ഞാൻ അവിടെ നിന്ന് വരുന്നു, കാരണം വേറെ ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല. അത് അങ്ങനെ തന്നെ എടുത്താണ് പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഈ കമന്റ്സ് വരുന്നത്. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു, അടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തില്ല, കല്ലി വെല്ലുന്നുള്ള ഇതിൽ വിട്ടു. ഇത് കമന്റ്സ് ഫുള്ള് ഈ ആൾക്കാർക്ക് ബോധം വെളിവില്ലാണ്ട് ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞാ. കാരണം ഏതാണ്ട് കൊലക്കുറ്റം ചെയ്ത ആൾക്കാരെ പോലെ ചില ആൾക്കാരെ കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടിയല്ലേ, അതിന് 3 വയസ്സായിട്ടുള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെ കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ച എൻ്റെ പകുതിയുടെ പകുതി കുറുമ്പ് പോലും എൻ്റെ മക്കൾക്കില്ല. പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ വല്ല. പിന്നെ അന്നുണ്ടായ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലിരിപ്പാണ്. ഞാനത് നേരത്തെ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കൊടുക്കാഞ്ഞതിന്റെ കാരണം ഇവന്മാർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലല്ലോ. അപ്പൊ കുറെ പേരുടെ കമന്റ് ഉണ്ട്, വീട്ടിൽ കാണിക്കണതാണ് പിള്ളേർ പുറത്ത് കാണിക്കുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ കില്ലാടിയായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അനിയന്റെ മേത്ത് നോക്കിയാൽ കാണാം എത്ര സ്റ്റിച്ച് ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ ഞാൻ കാരണം തന്നെ സ്റ്റിച്ചുകളാണ്. അപ്പൊ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ വിമർശിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതില് കൊച്ചിനെ ഓരോന്ന് കാണാൻ ഗുണാന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് കഴിയുമ്പോ ചിലപ്പോൾ എൻ്റെ ഗുണം മാറും. അവിടെ ചിലപ്പോൾ ഞാൻ ഒരു തന്തയായിട്ടൊക്കെ മാറും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും വരില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ല, ഇതിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ചിലപ്പോൾ കമന്റ് വരുമ്പോ കണ്ടിട്ട് റിപ്ലൈ ചെയ്യാനൊക്കെ പോകും. ഞാൻ യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആളല്ല. അപ്പൊ ഈ കമന്റ്സ് വരുമ്പോൾ ഞാൻ പ്രതികരിക്കും. നിങ്ങൾ വീഡിയോ കാണാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ വരുന്ന കമന്റ്സിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ റിപ്ലൈ ഇടും. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ട് കമന്റ് ഇടുന്നു, ആ കമന്റിന് ഒരു വാല്യൂ തരുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ആയിരുന്നു. അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോക്കോ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരാളെ നിർബന്ധിച്ച് ഞാൻ ഏതെങ്കിലും കമന്റ് വീഡിയോ കണ്ടിട്ടുണ്ടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫ് തുടങ്ങിയ ഒരു ചാനലാണ്, ഞാൻ തുടങ്ങിയതും കൂടിയല്ല. അപ്പൊ ആ വീഡിയോ കൈസ്ബ്രോ ഇട്ടുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും തരണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. വേറെ ഒരുത്തി ഇട്ടപ്പോൾ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും തരണം എന്ന് തോന്നിയില്ല. കാരണം അവളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചിങ്ങനെ അവരാധിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിന് നമ്മൾ വലിയ വില ഒന്നും കൊടുക്കണില്ല. കല്ലി ഇവിടെയാണ് അനീഷിന് തെറ്റുപറ്റിയത്. അനീഷ് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളെയോ വൈഫിനെയോ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അനീഷ് യൂസ് ചെയ്ത ഭാഷയാണ് പ്രശ്നം. അതൊരു സ്ത്രീയാണ്. സ്ത്രീ ഉപരി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേദനിക്കുന്ന പോലെ തന്നെ അവരുടെ കുടുംബത്തിനും വേദനിക്കും. അപ്പോൾ താങ്കൾ അവർ യാതൊരു രീതിയിലും ഒരു രീതിയിലും മോശമായ ഭാഷകൾ യൂസ് ചെയ്തിട്ടല്ല. അവർ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ മോശമായിട്ട് സംസാരിച്ചത് അനീഷാണ്. അവൾ എന്തെന്ന് വെച്ചാൽ കാണിച്ചാൽ അവളോട് വഴിക്കോട്ടെ. 16,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഈ സാധനത്തിന് നമ്മൾ എന്ത് വെറുതെ റിയാക്ട് ചെയ്ത് ഫേമസ് ആയി കൊടുക്കേണ്ട ആവശ്യം എന്താ? അനീഷേ, ഈ 16,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം എന്താ പറയാ, അത്ര കുറവാണോ അല്ലെങ്കിൽ അത്ര മോശമാണോ? ഒരാൾ വീഡിയോ ഇട്ടാൽ ഉടനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും വരില്ലല്ലോ, കുറച്ച് സമയം എടുക്കുമല്ലോ. അവർക്ക് ആ 6,000 സബ്സ്ക്രൈബേഴ്സിനെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു കഴിവല്ലേ, അത് വില കുറച്ച് കാണേണ്ടതുണ്ടോ? അനീഷ് വീഡിയോ ആദ്യമേ അപ്ലോഡ് ചെയ്തപ്പോൾ ഉടനെ തന്നെ അനീഷിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടിയോ? കൊടുക്കേണ്ട അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടു കൈസ്ബ്രോ വീഡിയോ ഇട്ടുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാണ് പുള്ളി വീഡിയോ ഇട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി കഴിഞ്ഞപ്പോ പുള്ളി ഇതുവരെ ചെയ്ത വീഡിയോസിനകത്ത് വളരെ മാന്യമായിട്ടൊരു റിപ്ലൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, വളരെ മാന്യമായിട്ട്.
എനിക്കൊണ്ട് ഇത്രയും മാന്യമായിട്ട് പുള്ളി ഇതുപോലെ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇഷ്ടമായി. കാരണം നമുക്ക് മാന്യമായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ഉൾക്കൊള്ളും. കാരണം ഉൾക്കൊള്ളാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു എക്സ്പ്രഷൻ തന്നെ ഒന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ അന്ന് അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവാം. കാരണം നിങ്ങൾ ചെയ്യുന്ന, ഇപ്പം നിങ്ങൾ ഒരു വീഡിയോസ് ഇടുമ്പോൾ ആ വീഡിയോസ് എല്ലാവരും, ഇപ്പം നിങ്ങളെന്നല്ല ആരൊരു വീഡിയോ ഇട്ടാലും, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടാലും നിങ്ങളൊരു വീഡിയോ ഇട്ടാലും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നെഗറ്റീവും പോസിറ്റീവും ഉൾക്കൊള്ളാൻ കഴിയുന്നവർ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടുള്ളൂ. അല്ലാതെ അവരെന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യാനോ ഒന്നും കഴിയില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാവേണ്ടതാണ്. അനീഷിൻ്റെ ഭാഷകളിൽ കൂടുതൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്. സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെയാണ്, സ്ത്രീ എന്ന പരിഗണനയൊന്നും വേണ്ട, മനുഷ്യനാണ്. അപ്പം നല്ലത് കണ്ടാൽ നല്ലത് പറയും, മോശം കണ്ടാൽ മോശം പറയും. അതിനിപ്പം അനീഷിന് ദേഷ്യം വന്നിട്ടോ അനീഷ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പ്രതികരിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അനീഷ് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് വിചാരിച്ചിട്ട് അനീഷിൻ്റെ മോശം വീഡിയോകൾ അല്ലെങ്കിൽ അനീഷിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അത് ആരും റിയാക്ട് ചെയ്യാതിരിക്കില്ല, ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അതുകൊണ്ട് ഭാഷകൾ കുറച്ച് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ.